സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. അടുത്ത വീഡിയോ രാഷ്ട്രീയമായിക്കോട്ടെ. സി കെ ജാനു എൻ ഡി എ വിട്ടു. എൻ ഡി എ കേരളത്തിൽ അത്ര ശക്തമൊന്നുമല്ല. തുഷാർ വെള്ളാപ്പള്ളിയുണ്ട്, പിന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്നത് എൻ ഡി എ നാഷണൽ ലെവലിൽ വളരെ ശക്തമാണ്. ശക്തമായ കമ്മിറ്റിയുണ്ട്, കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്, വളരെ ശക്തമാണ്. ഇവിടെ അത്ര ശക്തമല്ല. ഇവിടെ ഇങ്ങനെ ഉണ്ട്, കൂടും, ഇടയ്ക്ക് ഇലക്ഷൻ സമയത്ത് കൂടും. എന്തായാലും സി കെ ജാനു ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അത് വളരെ കൃത്യമായി JRP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. അത് ഇതിൽ ചേർന്നു. പക്ഷേ ഇപ്പോൾ മാറി. ശരിക്കും സി കെ ജാനുവിനെ പോലുള്ള ആളുകളെയൊക്കെ കിട്ടിയപ്പോൾ BJP പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ വാദം. ഇതേ പ്രശ്നമാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ. തുഷാർ വെള്ളാപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ ഒരു സമുദായത്തിൻ്റെ മൊത്തം വലിയൊരു നേതാവിൻ്റെ മകനാണ്, നേതാവും കൂടെയാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ ഇങ്ങനെ നിർത്തി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാതെ അവരെ രാജ്യസഭ MPയോ കേന്ദ്രത്തിൽ മന്ത്രിയോ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഗവർണറാക്കിയാൽ ചിലപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറേണ്ടി വരും. എന്നാൽ സി കെ ജാനുവിനെ ഗവർണറാക്കാം, അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അംഗമെങ്കിലും അംഗമാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻഷിപ്പിലേക്ക് കൊണ്ടുപോകാം. ഒരുപാട് അവസരങ്ങളുണ്ട് സി കെ ജാനുവിനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ. പക്ഷേ അതൊന്നും പ്രയോജനപ്പെടുത്തും. ഒരു ഭാഗം ആളുകളുടെ ഒരു അംഗീകാരം കൂടെ കിട്ടുമല്ലോ, പ്രയോജനപ്പെടുത്തുന്നില്ല. ഇപ്പോൾ എന്തായാലും സി കെ ജാനു ഇതിൽ നിന്ന് മാറി. അവർ പറയുന്നൊരു ന്യായം 2016 മുതൽ ഏകദേശം 9 വർഷക്കാലം ഇതിനകത്ത് തുടർന്നു. യാതൊരു പ്രയോജനവും ഇതിൻ്റെ ഭാഗമായി സഖ്യത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇന്നലെ കോഴിക്കോട് ചേർന്ന JRPയുടെ യോഗമാണ് തീരുമാനമെടുത്തത്. അവരിനി സ്വതന്ത്രമായി തീരുമാനിക്കുമോ, കോൺഗ്രസിൻ്റെ കൂടെ പോകുമോ, അത് CPMൽ ചേരുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും സി കെ ജാനു നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ വയനാടിലെ ആദിവാസികളുടെ സമരവുമായി ബന്ധപ്പെടുത്തി വലിയ തോതിൽ ജയിലിലൊക്കെ കിടക്കുകയും അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് ആവുകയും ചെയ്തിട്ടുള്ള വനിതയാണ് സി കെ ജാനു. വലിയ പോരാളിയാണ്. ആദിവാസി ജനതയുടെ മോചനത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയ ആളാണ്. മുത്തങ്ങ സമരത്തിൻ്റെ നായികയായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരാളിനെയാണ് അവർക്ക് കയ്യിൽ കിട്ടിയത്. പക്ഷേ അത് പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ BJPക്ക് കഴിഞ്ഞില്ല. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടും അതിന് കഴിഞ്ഞില്ല. കാരണം BJPയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ BJPക്ക് കേരളത്തിൽ അധികാരമില്ല. പിന്നെ ആകപ്പാടെ കേന്ദ്രത്തിൽ എന്തെങ്കിലും കുറേ സീറ്റുകൾ കിട്ടുന്നതാണ്. അത് പാർട്ടിക്കാർക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു രീതിയുണ്ട്. പക്ഷേ എന്നാൽ അവർക്ക് കിട്ടുന്നുമില്ല. പല ആളുകളും ഡൽഹിയിൽ പോയി ഓപ്പറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് പലരും മന്ത്രിമാരായതും ഗവർണർമാരായതും ഒക്കെ. ഇപ്പോൾ സുരേഷ് ഗോപി നേരിട്ട് ഡൽഹി ഓപ്പറേഷനാണ്. അൽഫോൺസ് കണ്ണന്താനം, നിതിൻ ഗഡ്കരി അതുപോലെ നേരിട്ടാണ് ഡൽഹിയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വന്നത്. CV ആനന്ദ ബോസ് നേരിട്ട് ഡൽഹിയായിട്ടുള്ള ബന്ധം. അങ്ങനെ ആരെ എടുത്താലും നേരിട്ട്, ഇപ്പോൾ ജോർജ് കുര്യൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഡൽഹിയുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തിലാണ് രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ കടന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരള BJPയിൽ വന്നാൽ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പരാതിയാണ്, വലിയൊരു പ്രശ്നമാണ്. അത് BJP ശ്രദ്ധിക്കും. രാജീവ് ചന്ദ്രശേഖർ അത് ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും സി കെ ജാനു ഇപ്പോൾ ഗ്രൂപ്പ് വിട്ടു, NDA വിട്ടു. ഇനി അവർ സ്വതന്ത്രമായി നിൽക്കുമോ, ഏതെങ്കിലും മുന്നണിയിൽ ചേരുമോ എന്നൊന്നും അറിയില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സി കെ ജാനു വലിയൊരു ഘടകമൊന്നും അല്ലെങ്കിലും ആദിവാസികളുടെ ഇടയിൽ അവരുടേതായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് NDA BJPയെ ഇലക്ഷനിൽ ബാധിക്കുക എന്ന് നമുക്കറിയില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ കുറേ സ്വാധീനിക്കാൻ കഴിയും. കാരണം പ്രാദേശിക തലത്തിലൊക്കെ ഒത്തിരി ആളുകളും ഘടകങ്ങളൊക്കെ ഉള്ളതാണ് സി കെ ജാനുവിനും. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ NDA ചുരുങ്ങുന്ന കഥയാണ് കാണുന്നത്. BJP കുറച്ചുകൂടി സ്ട്രാറ്റജിക്കായി കാര്യങ്ങൾ മൂവ് ചെയ്ത് മുന്നണിയിലുള്ള ആരും പുറത്തു പോകാതെ LDFിലെ UDFിലെ അംഗങ്ങളെ കൂട്ടത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, മുന്നണിയിലുള്ളവരെ കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജികൾ കൂടി വർക്കൗട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണം എന്നാണ്. എങ്കിൽ മാത്രമേ BJPക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാവുകയുള്ളൂ. അതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും സി കെ ജാനു NDA തൽക്കാലം വിട്ടിരിക്കുകയാണ്.